ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 24 അധ്യായം 53 വാക്യം. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാര് ചെയ്തൊരു കാര്യം വചനം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിൽ തന്നെ കഴിഞ്ഞുകൂടി. കാരണം ഈശോ ഒരു കാര്യം അവരോട് പറഞ്ഞിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും. ഈ സഹായകനെ ലഭിക്കുന്നത് വരെ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാനായിട്ട്. ഈശോയുടെ ഈ ഒരു വാക്ക് കേട്ടുകൊണ്ടാണ് അവര് സദാസമയവും ദേവാലയത്തിൽ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചത്. സ്നേഹമുള്ളവരെ, ഇതേ ഒരു ഉപദേശം തന്നെയാണ് എൻ്റെ ഈശോ ഇന്ന് എനിക്കും നൽകുന്നത്. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നിന്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നീ ആരംഭിക്കേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. കാരണം നിന്റെ കഴിവ് കൊണ്ട് നിനക്കൊരിക്കലും ഒരിടത്തും വിജയിക്കാനായിട്ട് സാധിക്കത്തില്ല. നിന്റെ ജീവിതത്തില് വിജയമുണ്ടാകണമെങ്കിൽ, നന്മയില് വിശുദ്ധിയില് ജീവിക്കുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തില് ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് നീ തയ്യാറാണ്. കാരണം സ്വർഗത്തിൽ നിന്ന് സഹായകനെ ലഭിക്കുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതം ഒരിക്കലും നന്മ നിറഞ്ഞതാകത്തില്ല. എൻ്റെ ജീവിതത്തില് ഒത്തിരിയേറെ ബലഹീനതകൾ ഉണ്ടാവും, ഒത്തിരിയേറെ പരാജയങ്ങൾ ഉണ്ടാവും. മറിച്ച് എൻ്റെ ദൈവം തരുന്ന സഹായകനുമായിട്ട് ജീവിതത്തില് മുന്നോട്ട് പോയാല് അവിടെ ഒരിക്കലും ഞാൻ പരാജയപ്പെടത്തില്ല. അവിടെ ഒരിക്കലും ഞാൻ തെറ്റിന്റെ വഴിയിലൂടെ നടക്കത്തില്ല. മറിച്ച് നന്മയില് വിശുദ്ധിയില് ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയില് ആയിരിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് സമയമില്ലാതെ പോകുന്നതും ഈ ഒരു കാര്യത്തിനാണ്. പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല. പല തിരക്കുകളുടെ പിന്നാലെ ഓടുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് അവനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടോ അവൻ നൽകുന്ന സഹായകനുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ടോ നമ്മൾ പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. സ്നേഹമുള്ളവരെ, ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ എൻ്റെ ഈശോ ഇന്ന് എന്നോടും പറയുക, മോനെ, നീ എൻ്റെ സന്നിധിയിൽ വാ, നീ പ്രാർത്ഥിക്കേ, നിനക്കൊരു സഹായകനെ ഞാൻ തരാം. ഈ സഹായകനെ ലഭിക്കുന്നത് വരെ ദൈവസന്നിധിയിൽ അവന്റെ ഒപ്പം ഇരിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും കൂടുതൽ പ്രാർത്ഥിക്കാം, ഈശോയുടെ സന്നിധിയിലായിരിക്കാനായിട്ട്. അവനിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു തരുന്ന മാർഗത്തിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട്, വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.